ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു സൂചി ഗോതമ്പ് ഉപ്പുമാവിന്റെ റെസിപ്പിയാണ്. അതിനു വേണ്ടിയിട്ട് കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത്. കുക്കറിൽ ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കടുകിട്ട് വറുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കടുക് പൊട്ടിയതിനു ശേഷം അതിലേക്ക് ഉഴുന്നിട്ട് നല്ല രീതിയിൽ വറുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലയും കൊത്തിയരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും സവോളയും ക്യാരറ്റും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ചക്കറികളെല്ലാം അതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നേ. വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ സൂചി ഗോതമ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സൂചി ഗോതമ്പ് ഞാനാണെങ്കിൽ 2 മണിക്കൂർ വെള്ളത്തിൽ ഊറാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഊറാനിട്ട സൂചി ഗോതമ്പ് വെള്ളമൊക്കെ അരിച്ച് കളഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിന് മുന്നായിട്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെയ്യ് നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അതിന് പകരം സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. അതിനുശേഷം ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അത് മിക്സ് ചെയ്ത് ഇത്തിരി വെള്ളവും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് 4-5 വിസിൽ വരെ, വേണമെങ്കിൽ 4 വിസിൽ അല്ലെങ്കിൽ 5 വിസിൽ, നമ്മുടെ ഇഷ്ടമാണ്, അത് വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നീട് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പലണ്ടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഇരുന്നുകൊണ്ടാണ് കപ്പലണ്ടി ഇട്ടത്. കപ്പലണ്ടി നോർമലി ഇടുന്നതിനേക്കാളും നല്ലത് നെയ്യിൽ വറുത്തിട്ടിട്ടാണ് ഇത്തിരി കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാൻ അല്ലാതാണ് ഇട്ടത്. 4-5 വിസിൽ വന്നതിന് ശേഷമുള്ള ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് രാവിലെയോ ഈവനിങ് സ്നാക്കായിട്ടോ